നിങ്ങൾ ഈ അംബേദ്കർ അംബേദ്കർ എന്ന് വിളിച്ചു പറയുന്ന നേരം ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ സ്വർഗത്തിലെത്തിയനെ എന്നാണ് അമിത്ഷാ. ഈ അമിത്ഷയ്ക്ക് ആര് അംബേദ്കർ എന്നറിയും? അംബേദ്കർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഏറ്റവും തിളക്കമേറിയ പേരുകളിലൊന്നാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ ജനിച്ച മനുഷ്യൻ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മികവാർന്ന മാർക്കോടുകൂടി വിജയിച്ച് ഔന്നത്യത്തിലേക്ക് എത്തിയ മനുഷ്യൻ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വിദേശ സർവകലാശാലയിൽ പോയി എക്കണോമിക്സിനകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെയാൾ, നിയമത്തിനകത്ത് ബിരുദം, ഉന്നതമായ ബഹുമതികൾ അതെല്ലാം തേടി തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം ഭരണഘടനാ അസംബ്ലിയിലെ ഏകാംഗം ഒട്ടാണുള്ളൂ. അദ്ദേഹത്തിന്റെ ബാധ്യത അദ്ദേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ അതിന്റെ നേതൃത്വം അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിന് നിർണായകമായ സംഭാവന നൽകിയിട്ടുണ്ട്. അംബേദ്കറിന്റെ മാത്രമല്ല ഭരണഘടന, പക്ഷെ അംബേദ്കറാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. അംബേദ്കറുടെ സംഭാവനകൾ നിസ്തുലമാണ്. ഏറ്റവും ഒടുവിൽ നവംബർ 25 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടനയുടെ 3ാമത്തെ വായന കഴിഞ്ഞ് അംബേദ്കർ നടത്തിയുടെ പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്നാണ്. അതിലാണ് അംബേദ്കർ പറഞ്ഞത്, ഇന്ന് മുതൽ നമ്മൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. രാഷ്ട്രീയത്തിൽ തുല്യത, ഒരാൾക്ക് ഒരു വോട്ട്, എന്നാൽ സമ്പദ്ഘടനയിൽ തുല്യതയില്ലായ്മ, അസമത്വം തുറന്നുകൊണ്ടേയിരിക്കുന്നു. എത്ര കാലം ഇങ്ങനെ തുടരാൻ കഴിയും? ലഭ്യമാകുന്ന ഏറ്റവും ആദ്യത്തെ സന്ദർഭത്തിൽ ഈ സാമ്പത്തിക അസമത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏതൊന്നിന്റെ അടിത്തറയിലാണോ ഈ ഭരണഘടനാ അസംബ്ലി കെട്ടിപ്പടുത്തിട്ടുള്ളത് അതിനെ ഇരമ്പിയാർക്കുന്ന ജനങ്ങളുടെ പോരാട്ടങ്ങളാൽ ഇല്ലാതാക്കി കളയും. അന്ന് മലിക്ക് മുന്നറിയിപ്പ്. ഒരു കാര്യം കൂടി അംബേദ്കർ പറഞ്ഞു, മതത്തിന്റെ പേരിൽ പുതിയ പാർട്ടികൾ വരുന്നു. വിശ്വാസം, രാഷ്ട്രം ഏതാണ് ആദ്യം വരുന്നത്? വിശ്വാസം രാഷ്ട്രത്തിന് മുകളിലാണോ? എന്നാൽ അങ്ങേയറ്റം അപകടത്തിലേക്ക് പോകും. രാഷ്ട്രം നിങ്ങളുടെ വിശ്വാസത്തിന് മുകളിലാണോ എങ്കിൽ രാജ്യം മുന്നോട്ട് പോകും. എപ്പോഴാണോ വിശ്വാസം രാഷ്ട്രത്തിന് മുകളിൽ വരുന്നത് അങ്ങേയറ്റം അപകടത്തിലേക്ക് പോകും. നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാകും. ഇതാണ് അംബേദ്കർ നവംബർ 25 നൽകിയ മുന്നറിയിപ്പുകളിലൊന്ന്. ഇപ്പത് പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വാസം മുകളിൽ. ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ജഡ്ജി പറഞ്ഞില്ലേ, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമുള്ളതാണ്. ഈ ഭൂരിപക്ഷത്തിന് അംഗീകരിക്കണം, അതാണ് ജനാധിപത്യം. ഒന്ന് ഹിന്ദുസ്ഥാൻ ഇല്ല ഇന്ത്യയിൽ. ഇപ്പൊ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ഇല്ല, ഇത് ഇന്ത്യ. ഭരണഘടനാ അസംബ്ലിക്കകത്ത് ചർച്ച വന്നു, ഇത് ഹിന്ദുസ്ഥാൻ. പലരും വാദിച്ചു ഹിന്ദുസ്ഥാൻ. ചിലര് പറഞ്ഞു അഖണ്ഡ ഭാരതം, ചിലര് പറഞ്ഞു ഭാരതഖണ്ഡം, ചിലര് പറഞ്ഞു ഭാരതവർഷം. പുരാണ മൈത്തികം ഉദ്ധരണികൾ എടുത്തുകൊണ്ട്, ചരിത്രത്തിൽ നിന്ന് ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ ഗോപുരത്തിന് ഔന്നിത്യമുള്ള മഹാരഥന്മാർ വാദമുഖങ്ങളാകെ വരുത്തി. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഏകകണ്ഠമായി തീരുമാനിച്ചു, ഇത് ഹിന്ദുസ്ഥാൻ അല്ല, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അതാണ് ആർട്ടിക്കിൾ 1. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഹിന്ദുസ്ഥാൻ എന്ന് കാണില്ല ഭരണഘടനയിൽ. മറിച്ച് തിരിച്ച് നിങ്ങൾ നോക്കൂ, ഹിന്ദുസ്ഥാനില്ല, ഇന്ത്യ. അപ്പൊ ജഡ്ജി പറയാണ് ഹിന്ദുസ്ഥാൻ ഭൂരിപക്ഷത്തിന്റേതാണ്. അതല്ല ജനാധിപത്യം, അത് ഭൂരിപക്ഷ ഏകാധിപത്യമാണ്. 99% സീറ്റും 99% വോട്ടും കിട്ടിയെന്ന് കരുതുക. അവശേഷിക്കുന്ന 1% അവകാശങ്ങൾ നിങ്ങൾ കവർന്നെടുത്തോ, അത് ജനാധിപത്യമല്ല. പൂർണ്ണമായും 99.9% വോട്ടിൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. 0.1% സംസാരിക്കാനുള്ള അവകാശം, 0.1% വിശ്വസിക്കാനുള്ള അവകാശം, 0.1% അവരവരുടെ ജീവിത രീതികൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ അവകാശം നിങ്ങൾ കവർന്നെടുത്താൽ
അത് ഇല്ലാതാക്കിയാൽ അത് ജനാധിപത്യമല്ല. തെരഞ്ഞെടുപ്പുണ്ടാവും, അതൊരു ആഭരണം മാത്രമായിരിക്കും. തെരഞ്ഞെടുപ്പുണ്ടാകും, അതൊരു അനുഷ്ഠാനം മാത്രമായിരിക്കും. അതല്ല ജനാധിപത്യം. ജനാധിപത്യം തെരഞ്ഞെടുപ്പിനകത്ത് മാത്രം പരിമിതപ്പെടുന്നതല്ല. നമുക്കൊരു പ്രതീതി ഉണ്ടാവും. വോട്ട് ചെയ്തല്ലോ, രാവിലെ തന്നെ പോയി 8 മണിക്ക് വോട്ട് ചെയ്തു, ജനാധിപത്യമാണ്. തിരിച്ചു വരുമ്പോ നിങ്ങൾ മതം ചോദിക്കുന്നവിടെ പറഞ്ഞില്ലേ, ഇന്ന പൗരത്വം, നിങ്ങൾ 2ാം തരം പൗരന്മാർ, വോട്ട് ചെയ്തു, സന്തോഷം, എല്ലാവർക്കും കിട്ടി. ജനാധിപത്യമാവില്ല. ജനാധിപത്യം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാൽ കൂടി സംരക്ഷിക്കപ്പെട്ടതാണ്. അപ്പോ അതുകൊണ്ടാണ് അംബേദ്കറുടെ ഓർമ്മ നിൽക്കുന്നത് അലോസരമുണ്ടാക്കുന്നു. ഇപ്പൊ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഈ തെരഞ്ഞെടുപ്പിന്. ഇന്ന് വെച്ച് BJP ആകെ പോയി എന്ന് ആരും കരുതേണ്ടതില്ല. ഒറ്റയ്ക്കല്ലെങ്കിലും അവരുടെ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രത്യേകതരം പാർട്ടിയാണ്. ഇപ്പൊ കർണാടകയിൽ BJP തോറ്റല്ലോ, കോൺഗ്രസ് ജയിച്ചു. BJP തോറ്റെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി പോയപ്പോ കർണാടക ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത ചില സീനിയർ പത്രക്കാരെ കാണുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞു, നേരത്തെ കർണാടകയുടെ പ്രത്യേകത, ഇപ്പോ നമ്മളുടെ അതിർത്തി ചേർന്ന് കിടക്കുന്നതാണല്ലോ, മിക്കവാറും എല്ലാ വീട്ടിലും ടിപ്പു സുൽത്താന്റെ പടം ഉണ്ടായിരുന്നു. ഹിന്ദുവിന്റെ വീട്ടിലുണ്ടായിരുന്നു, ക്രിസ്ത്യാനിയുടെ വീട്ടിലുണ്ടായിരുന്നു, മുസ്ലിമിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഒരു ചരിത്ര പുരുഷനായിരുന്നു ടിപ്പു സുൽത്താൻ. പക്ഷേ BJPയുടെ രാഷ്ട്രീയമായിട്ടുള്ള കിടന്നുകയറ്റത്തോടൊപ്പം സാംസ്കാരികമായ നടത്തിയ ഇടപെടലുകളുടെ കൂടി ഭാഗമായി ടിപ്പു സുൽത്താൻ മുസ്ലിം മാത്രമായി ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്ര പുരുഷനായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു പ്രതീകത്തെ ഒരു മതത്തിന്റെ ചതുര വടിവുകൾക്കകത്ത് പരിമിതപ്പെടുത്തി. ടിപ്പു സുൽത്താൻ ഹിന്ദു വിരുദ്ധനായി, ടിപ്പു സുൽത്താൻ ക്രിസ്ത്യൻ വിരുദ്ധനായി, ടിപ്പു സുൽത്താൻ മുസ്ലിം മാത്രമായി. ചിത്രം മാറി. വീടുകളിൽ നിന്ന് പതുക്കെ പടം എടുത്തു മാറ്റപ്പെട്ടു. കോൺഗ്രസ് ജയിച്ചു, BJP തോറ്റു. പടം തിരിച്ച് ചുവരിലേക്ക് കയറിയിട്ടില്ല. അതാണ് BJP. RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സാംസ്കാരിക രൂപമായി നിൽക്കുന്ന BJP. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും ചരിത്രവൽക്കരിച്ചു കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോ വേറൊരു ഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്ന് ഒരാൾ പറയുകയാണ്, ആരെയും ഭഗത് സിംഗ്, അയാള് ജില്ലാ കോടതി ആ ജഡ്ജിക്കെതിരെ ബോംബെറിഞ്ഞു, ഭീകരവാദ പ്രവർത്തനം നടത്തി. പിന്നെ കലണ്ടർ മാറിയോണ്ട് അയാളിപ്പോ രക്തസാക്ഷിയായി. ആരാ പറയണത്? നേരത്തെ അംബേദ്കറെ കുറിച്ച് പറഞ്ഞത് BJP RSS ആണെങ്കിൽ ഭഗത് സിംഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. മീഡിയ വൺ ചാനലിൽ ഇരുന്നിട്ട് അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയാണല്ലോ മീഡിയ വൺ. ഭഗത് സിംഗിനെ കുറിച്ച് പറയാണ്. അങ്ങേയറ്റം അധിക്ഷേപകരമായ രൂപത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നു എന്നത് മാത്രമല്ല അവരകത്തുള്ള രാഷ്ട്രീയം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടനെ ആധിപത്യം അവസാനിപ്പിക്കാൻ ജീവൻ പോലും നൽകാൻ തയ്യാറായി വന്ന ധീരരായ ചെറുപ്പക്കാർ നിരവധിയുണ്ട്. അവരിൽ കൂട്ടത്തിൽ ഭഗത് സിംഗ് വളരെ ചെറുപ്പത്തിൽ തന്നെ പോരാളിയായി മാറിയ മനുഷ്യൻ. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും തനിക്ക് പുസ്തകങ്ങൾ വായിക്കണം, അവസാനം അടച്ച് പൂർത്തീകരിക്കാത്ത ലെനിന്റെ പുസ്തകം വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് വായിച്ചു തീർക്കട്ടെ എന്ന് വാർഡനോട് പറഞ്ഞ ആ ധീരനായ ചെറുപ്പക്കാരൻ ഭഗത് സിംഗ്. ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പോ ഡൽഹി ആർക്കൈവ്സിൽ ഭഗത് സിംഗിന്റെ വിചാരണയുടെ രേഖകൾ മുഴുവൻ ഞങ്ങൾ പോയി. ഇപ്പോണ്ടോന്നറിയാം, ഉണ്ടായിരിക്കും ഡിജിറ്റലൈസേഷൻ. ഞങ്ങൾ മുഴുവൻ പോയി നോക്കി. ഡൽഹിക്കാരത് കുറച്ച് സൗകര്യം, കുറെ വായിക്കാൻ നോക്കാനൊക്കെ സമയം കിട്ടും. അപ്പോ ജയിലിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് കൊണ്ടുപോയപ്പോ ഈ കോടതിയുടെ പ്രതിക്കൂട്ടി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഒരു സന്ദേശം അയക്കണം. ഏത് പ്രതിക്കൂട്ടി നിൽക്കാൻ എപ്പോ തൂക്കി കൊള്ളണമെന്ന് ചോദ്യമുള്ളൂ. അപ്പോഴാണ് പറയണത് എനിക്ക് ഇന്റർനാഷണൽ മെസ്സേജ് അയക്കണം, ഒന്ന് എഴുതിയെടുക്കാം ജഡ്ജിയോട്. അതാണ് ഭഗത് സിംഗ്. എന്നിട്ട് അവിടെ നിന്ന് വിദ്യം ചെയ്ത് കൊടുത്തു. വായിക്കാൻ പുസ്തകങ്ങൾ ചോദിച്ചു, മാർക്സിന്റെ പുസ്തകങ്ങൾ, ഗോർക്കിയുടെ പുസ്തകങ്ങൾ. ധീരനായ വിപ്ലവകാരി ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിനെ ഈ രൂപത്തിൽ, അയാൾ ഭീകരവാദി,
വ്യക്തിയെ ബോംബെറിയാൻ പോയാൽ വ്യക്തിഗത ഭീകരവാദത്തിന്റെ വല്ല മികച്ചിന്റെ ഇപ്പം അതിനകത്ത് വേറൊരു വാദമുണ്ട്, അത് നമ്മൾ കണ്ടോളണം. ജമാഅത്ത് ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇസ്ലാമിക രാഷ്ട്രീയ നിലപാടുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ അവർ ഇന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ നാളെ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ അവർ മഹാന്മാരായി തീരും എന്നുള്ളതാണ് സന്ദേശം. അതാണ് സന്ദേശം. ഭഗത് സിംഗിനെ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല, ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദമാണ്, പക്ഷെ ഇസ്ലാമിക രാഷ്ട്രം നാളെ വരും. നാളെ വന്നാലോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ മഹാന്മാരായിരിക്കും. ഇതാ ജമാഅത്ത് ഇസ്ലാമി. മൗദൂദി ഔറംഗാബാദിലെ ജനിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അതുമായി ചേർന്ന് നിൽക്കുന്നു, അഭേദ്യമാണ്, വേർതിരിക്കാൻ കഴിയാത്തതാണ് രാഷ്ട്രീയവും ഇസ്ലാമികമായ വിശ്വാസവും എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദി ഇവിടെ ജനിച്ചു. ഔറംഗാബാദിൽ വിഭജനം വന്നു, പക്ഷെ പാകിസ്ഥാനിലേക്ക് പോയി. മതനിരപേക്ഷത ഇസ്ലാമുമായി ചേർന്ന് വരുന്നില്ല, സോഷ്യലിസം ഇസ്ലാമുമായി ചേർന്ന് വരുന്നില്ല. ഇതാണ് മൗദൂദി. അവർക്കും ചരിത്രം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പാടില്ല. ഇപ്പോഴത്തെ ഹിന്ദുത്വ ശക്തികൾ അവർക്കും ചരിത്രത്തെ വളച്ചൊടിക്കണം, ചരിത്രത്തെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കണം. മറുവശത്ത് ഇസ്ലാമിക മൗലികവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ അവർക്കും ചരിത്രത്തെ മറച്ചുപിക്കണം. ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ്. ഇതിനെ പിന്നെ ആര് പ്രതിരോധിക്കും? കോൺഗ്രസിന് കഴിയോ? ഇപ്പം പടക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ നെഹ്റുവിനെ ഇത്രമാത്രം അധിക്ഷേപിച്ചില്ലേ ജവഹർലാൽ നെഹ്റുവിനെ? ശക്തമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നോ? കോൺഗ്രസിനെ BJP പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ഇത്തവണയും ഒരുപക്ഷെ BJP പരാജയപ്പെടുമെന്ന് കരുതിയെങ്കിൽ അതിലേക്ക് എത്താതിരുന്നതിന്റെ ഒരു കാരണം കോൺഗ്രസ് അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കോൺഗ്രസിന്റെ സമീപനം മാറിയിട്ടുണ്ടോ? ഇപ്പോ ഹരിയാന എല്ലാവരും വിചാരിച്ച് BJP തോക്കുന്നതാണ്. കോൺഗ്രസ് ആണെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ഒരാൾ പറയുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അയാളാണ് യോഗ്യൻ. അപ്പൊ അടുത്ത ആളും ജയിച്ചിട്ട് വേണ്ടതാവാൻ. ഇന്ന് സതീശനാണോ ചെന്നിത്തലയാണോ യോഗ്യൻ? അപ്പൊ പറഞ്ഞു സുധാകരൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ വേറൊരാൾ കൊണ്ട് കേസ് ജയിക്കേണ്ടെന്ന്. അതിനു മുൻപ് ഇവിടെ ആരാണ് യോഗ്യത എന്ന് പറഞ്ഞ മാർക്കറ്റ് ഒടുങ്ങിയേക്കാണ്. ഇതിനേക്കാൾ മുൻപ് മാർക്കറ്റ് ഹരിയാനയിൽ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ മുഖ്യമന്ത്രി, ഞങ്ങൾ മന്ത്രിസഭ. കോൺഗ്രസ് തീരുമാനിച്ചു BJPക്കെതിരെ യോജിക്കേണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ നിലനിർത്തി BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എടുക്കേണ്ട പാർട്ടിയെ അവരിലേക്ക് ചുരുങ്ങി. തങ്ങൾക്ക് ഇപ്പോഴേ അധികാരം കിട്ടിയെന്നതിലേക്ക് ആ ഭാവനയിലേക്ക് എത്തി. SP-യുമായി കൂടിയില്ല, ആം ആദ്മി പാർട്ടിയുമായി കൂടിയില്ല, കർഷക പ്രസ്ഥാനങ്ങളുമായി ചേർന്നില്ല, ഒറ്റയ്ക്കുമെന്നോ. ഹരിയാന എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയിലെ കർഷക പോരാട്ടങ്ങളുടെ ഭൂമികയാണ്. BJPക്കെതിരെ മോഡിക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ കർഷക പോരാട്ടങ്ങളുടെ ഹൃദയഭൂമി പഞ്ചാബിനോടൊപ്പം തന്നെ ഹരിയാനയുമാണ്. ഇന്ത്യയിൽ മോഡി പുറകോട്ട് പോകേണ്ടി വന്നൊരു സമരമുള്ളോ? അത് കർഷകന്റെ സമരമാണ്. നമ്മൾ ഈ പറയില്ല പാർലമെന്റേതര സമരങ്ങൾ ചേർത്ത് വെച്ച് പോവുക. പാർലമെന്റിന് പുറത്ത് നടന്ന സമരം പാർലമെന്റിനകത്ത് സ്വാധീനിച്ചു. പാർലമെന്റിന് പുറത്ത് നടന്ന കർഷക പോരാട്ടങ്ങൾ പാർലമെന്റിനകത്ത് ബില്ലുകൾ പിൻവലിക്കാൻ നിർബന്ധിതമായി. ഈ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ പാർലമെന്റിന് പുറത്തുയർന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി പിൻവലിക്കാൻ നിർബന്ധിതമായി. അതും മോഡിയുടെ കാലഘട്ടത്തിൽ. അതാണ് ഹരിയാന. ആ കർഷക പ്രസ്ഥാനങ്ങളുമായി യോജിപ്പ് വേണ്ടേ? ആം ആദ്മി പാർട്ടി ഡൽഹിയോട് ചേർന്ന് കിടക്കുന്നു, UP-യോട് ചേർന്ന് കിടക്കുന്ന ഭാഗം SP എല്ലാവരും ചേർത്ത് നിർത്തണ്ടേ? നിർത്തിയില്ല. BJP വീണ്ടും ജയിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജമ്മുകാശ്മീരിൽ പിന്നെ BJP തോറ്റു. സ്വതന്ത്രനായി മത്സരിക്കുമ്പോ എല്ലാ പിൻബലവും നൽകുന്നു BJP. മത്സരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി,
പോലീസ് സംരക്ഷണം ഉൾപ്പെടെ എല്ലാ പിന്തുണയും BJP കേന്ദ്ര ഗവൺമെന്റ്. തരിഗാമിയ ജനങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് യൂസഫ് തരിഗാമി ജമ്മുകാശ്മീരിന്റെ നിയമസഭയിലേക്ക് വിജയിച്ചു. ഇതാണ് ഈ പാർട്ടികളുടെ പ്രശ്നം. കോൺഗ്രസിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഇപ്പൊ ചിലര് പറയില്ലേ നമ്മളോട്, ഇപ്പൊ നമ്മളും വിചാരിക്കും ശരിയാണോ, BJP 2 സീറ്റല്ലേ ഉണ്ടായുള്ളൂ, നിങ്ങളും അവരും കൂടി VP സിംഗിന് പുറത്തുമെന്ന് പിന്തുണച്ചിട്ടല്ലേ BJP വളർന്നത്? കേട്ടിട്ടില്ലേ? ഇല്ലേ? അല്ലേ? പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ എത്രയുണ്ട്? BJP 2 ഉള്ളൂ. 2 ഉണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള ഈ 2 മതിയോ? ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തോന്നില്ല. ഈ നരേറ്റീവ് ഇങ്ങനെ വരും. പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ BJPക്ക് 85 ഉണ്ട്, 2 അല്ല. 85ലേക്ക് 2ൽ നിന്ന് BJP വരുമ്പോ BJP തുടക്കമല്ല, തുടർച്ചയാണ്. BJP പെട്ടെന്നൊരു പാർട്ടി വന്നതല്ല, തുടർച്ചയാണ്. അതിന് മുൻപൊരു പാർട്ടിയുണ്ട്, അതാണ് ഭാരതീയ ജനസംഘം. 1952 ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ ഭാരതീയ ജനസംഘത്തിന് 3 സീറ്റ് കിട്ടി. 2 സീറ്റ് ബംഗാളിൽ നിന്ന്. അതിന്റെ മേധാവ് ശ്യാമപ്രസാദ് മുഖർജി. ഹിന്ദുത്വ ബ്ലോക്കിന് 1952 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് കിട്ടി. ഈ ശ്യാമപ്രസാദ് മുഖർജിയാണ് നെഹ്റു ആദ്യത്തെ ക്യാബിനറ്റിനകത്ത് ഉൾപ്പെടുത്തിയത്, ആദ്യത്തെ മന്ത്രിസഭയിൽ. ഈ 10 സീറ്റുള്ള ജനസംഘം പിന്നീട് 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുണ്ട്. 1979 തെരഞ്ഞെടുപ്പായപ്പോ അത് 22 കുറഞ്ഞു, 35 സീറ്റ് വരെ പാർലമെന്റിലുണ്ടായി. ജനതാ പാർട്ടിയിൽ ജനസംഘം ജയിച്ചു. പിന്നെ പുറത്തേക്ക് വന്നത് BJP ആയി. BJP ആയി മത്സരിച്ചപ്പോ ആദ്യം 2 സീറ്റ്. അങ്ങനെയാണ്. അപ്പോ 3 തുടങ്ങി. ഹിന്ദുത്വ, രാമനവമി, വിശ്വഹിന്ദു എല്ലാം കൂടി 10. ആ 10 തുടങ്ങി 35-ലെത്തി, 22 താണു, പിന്നെ ലയിച്ചു. പുറത്തേക്ക് വന്നപ്പോ 2. ഈ 2ൽ നിന്ന് 85ലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന സംഭാവന ചെയ്ത വ്യക്തി രാജീവ് ഗാന്ധി. ഇതാ ചരിത്രം. 49-ൽ ഊട്ടി താക്കോൽ സരയൂ നദിയിൽ മനുഷ്യർക്കൊരിക്കലും മുങ്ങി തപ്പിയാൽ പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം എറിഞ്ഞു കളയണമെന്ന് നെഹ്റു പറഞ്ഞ ആ തർക്കം നിൽക്കുന്ന പ്രദേശത്തെ തുറന്നു കൊടുത്ത് ആരാധനയ്ക്ക്, ശിലാന്യാസ പൂജയ്ക്ക് അനുമതി നൽകിയ രാജീവ് ഗാന്ധി. അരുൺ നെഹ്റു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തിന്റെ രാഷ്ട്രീയ ഉപദേശം സ്വീകരിച്ച് ശബാന കേസിന് ശേഷമുള്ള ഹിന്ദു ശക്തികൾക്കിടയിലുള്ള വിരോധത്തെ മറികടക്കാൻ എളുപ്പവഴി തുറന്നുകൊടുത്തു. 49 മുതൽ അടച്ചിട്ടിരുന്ന ഭൂതത്തെ തുറന്ന് ഹിന്ദുത്വമായി ഈ രാജ്യത്തെ ആകെ ആളിപ്പിടിക്കാൻ തുറന്നിട്ടുകൊടുത്തു കോൺഗ്രസ്. അങ്ങനെ 285ലേക്ക് വന്ന് രാമമുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആര്? രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഇന്ത്യയിൽ 5 രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ. ഇപ്പോ മനുഷ്യങ്കരയ്യർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അഭിമുഖമൊക്കെ വന്നല്ലോ. അദ്ദേഹമായിട്ട് രാജീവ് ഗാന്ധിയുടെ പ്രസംഗം എഴുത്തുകാരൻ മനുഷ്യങ്കരയ്യർ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്ത പ്രസംഗം മാറ്റിവച്ചിട്ടാണ് അയോധ്യ ഉൾക്കൊള്ളുന്ന ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി ആ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചു, രാമരാജ്യം. അതാണ്. പിന്നെ VP സിംഗ് വന്നു. അപ്പോഴാണ് 85 നമ്മളും BJPയും ഇടതുപക്ഷവും പുറത്തുനിന്ന് പിന്തുണച്ചു. ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. BJP VP സിംഗ് ഗവൺമെന്റ് ചേരാൻ തയ്യാർ. ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, ഒരേ ഒരു വ്യവസ്ഥ, BJP ഗവൺമെന്റിൽ ഉണ്ടാകാൻ പാടില്ല. BJP പുറത്തു നിർത്തി, പുറത്തുനിന്ന് പിന്തുണ. അയോധ്യ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്വാനിയുടെ രഥയാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞാൽ BJPയുമായി ചേരാത്ത ഏക കോൺഗ്രസ് ഇതര പാർട്ടിയുള്ളൂ. ആ പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി. ലാലു ഒരിക്കലും ചേർന്നിട്ടില്ല BJPയുമായി. DMK ചേർന്നിട്ടുണ്ട്, ADMK ചേർന്നിട്ടുണ്ട്, ജനതാദൾ, പല പാർട്ടികൾ എല്ലാവരും ചേർന്നിട്ട് ലാലു പ്രസാദ് ചേർന്നിട്ടില്ല BJPയുമായി. ബീഹാറിലേക്ക് കടന്നു.
VP സിംഗ് പറഞ്ഞു തടയണം, അറസ്റ്റ് ചെയ്യണം. നാം എപ്പോഴും ചരിത്രവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം. VP സിംഗിനെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ബീഹാറിലേക്ക് കടന്ന അദ്വാനിയെ ലാലു പ്രസാദ് യാദവിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. രഥയാത്ര തടഞ്ഞു. BJP പിന്തുണ പിൻവലിച്ചു. ഗവൺമെന്റ് ന്യൂനപക്ഷമായി. ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരേയൊരു തവണ മാത്രമാണ് നിങ്ങൾ വർഗീയതയ്ക്കൊപ്പമാണോ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. അത് VP സിംഗ് ഭരിക്കുമ്പോഴാണ്. VP സിംഗിന്റെ കാവ്യോജ്വലമായ പ്രസംഗമുണ്ടങ്ങത്തേത് പാർലമെന്റിൽ. VP സിംഗ് പറഞ്ഞു, എന്റെ ഭരണത്തെക്കുറിച്ച്, ഞങ്ങളുടെ ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാകാം. നമുക്ക് 2-3 ദിവസം ചർച്ച ചെയ്യാം. പ്രത്യേകം പാർലമെന്റ് സമ്മേളനം വിളിക്കാം. ഇപ്പോൾ അതല്ല മിസ്റ്റർ രാജീവ് ഗാന്ധി പ്രശ്നം. അന്ന് പ്രതിപക്ഷ നേതാവ് രാജീവ് ഗാന്ധി. എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി. എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായത് ബാബറി മസ്ജിദ് തകർക്കപ്പെടാതിരിക്കാൻ. എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ. അതിന്റെ പേരിൽ ഞാൻ ന്യൂനപക്ഷമായി. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഞങ്ങൾക്കൊപ്പമാണോ അതോ BJPക്കൊപ്പമാണോ? ഈ ചോദ്യത്തിന് കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു? ആ ചോദ്യത്തിന് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഇന്ത്യയുടെ പാർലമെന്റിൽ BJPക്കൊപ്പം വോട്ട് ചെയ്തുകൊണ്ട് VP സിംഗിനെ ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി വന്ന രഥയാത്രയെ തടഞ്ഞതിന്റെ പേരിൽ മാത്രം ന്യൂനപക്ഷമായ VP സിംഗിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി കോൺഗ്രസ്. അത് കോൺഗ്രസ്. ഞങ്ങളല്ല രണ്ടിൽ നിന്ന് BJPയിലേക്ക് എത്തിച്ചത്, നിങ്ങൾ കോൺഗ്രസ്. പിന്നെ 92 ഡിസംബർ 6 ഈ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത ദിനം. കറുപ്പെന്ന് പറയാൻ പറ്റി, ഈ രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന ദിനം. ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ ഒന്നിനു പുറകൊന്നായി ആൾക്കൂട്ടത്തിന്റെ ഫാസിസ്റ്റ് മനഃശാസ്ത്രം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി ഉന്മാദമൃത്തമാടിയ ആ ദിനം. തൊട്ടപ്പുറത്ത് ബാരക്കുകളിൽ പട്ടാളം കാത്തിരിക്കുന്ന ഒരു ഉത്തരവിന് വേണ്ടി ഇറങ്ങാൻ, തടയാൻ, ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ ഇന്ത്യൻ പട്ടാളം തയ്യാർ. ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥന കൗൺസിൽ ചേർന്ന യോഗത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ആൾരൂപമായി വരെ വിശേഷിപ്പിക്കാവുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഭരണഘടനയുടെ വിരുദ്ധമായ പ്രയോഗത്തിന്റെ ഇരകളായിരുന്നു. 1959 നിങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പക്ഷേ ഇപ്പോ ഈ രാജ്യം നിലനിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം. ആ ബാബരി മസ്ജിദ് ഒരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രതീകം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ നേരടയാളമാണ്. നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം. ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് നൽകുന്നു. പക്ഷെ അവസാനത്തെ മിനാരവും തകർന്ന് തരിപ്പണമാക്കി മണ്ണാകുന്നതുവരെ നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പട്ടാളത്തിന് ബാരക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുമതി നൽകിയില്ല. BJPയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമതാണ് കോൺഗ്രസ്. ഇപ്പോ വന്നിട്ട് കോൺഗ്രസ് ചെയ്യുന്നിടത്തോളം നല്ലത്. ഇവിടെ നോക്കിയ നിങ്ങൾ കേരളത്തിൽ ആരാ കേരള നിയമസഭയിലേക്ക് ആദ്യം BJPക്ക് ഏക അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കിയത്? നിയമം രാജഗോപാൽ 2016-21 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് മേലെ കുറഞ്ഞു. BJPയിലേക്ക് പോയി. BJP ജയിച്ചു. അന്നത്തെ CPMന്റെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അർദ്ധസംഖ്യക്കിടയില്ലാത്ത ഒരു കാര്യം പറഞ്ഞു, ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. പൂട്ടിച്ചു. 2021 കേരള നിയമസഭ വന്നപ്പോ BJPക്ക് ലഡുവിന്റെ പുറത്ത് മുമ്പിൽ ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്ന ഒരെണ്ണവും ഇല്ലാതായി. ഇപ്പോ ആരുമില്ല. അപ്പൊ ലോകസഭ തൃശൂർ. ഇപ്പൊ നരേറ്റീവ് അവിടെ പൂരക്കരിക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ നന്നായി തോറ്റു 19 ലോകസഭയിൽ. കഴിഞ്ഞ ലോകസഭയിൽ ഞങ്ങൾ തോറ്റതാണ്. രാഷ്ട്രീയമാണ്. അതാത് കാലത്ത് രാഷ്ട്രീയം നിലപാടുകൾ നിർണ്ണയിക്കും. രാഷ്ട്രീയ നിലപാടുകൾ രൂപം കൊള്ളുന്ന മഴ പെയ്യുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന കൂട് പോലെയല്ല. അതാത് കാലത്ത് അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, സാമൂഹ്യ പരിസരം രാഷ്ട്രീയത്തെ നിർണ്ണയിക്കും. 19 അതിന് മുൻപുള്ളതിനേക്കാൾ 5% വോട്ട് കുറഞ്ഞു.
24-ൽ 1.5%, 1.25 കുറഞ്ഞുള്ളൂ. പക്ഷെ BJP ഒന്ന് ജയിച്ചു. മിക്കവാറും മണ്ഡലങ്ങളിൽ അതിന് മുൻപ് കിട്ടിയതിനേക്കാൾ വോട്ട് ഇടതുപക്ഷത്തിന് കുറഞ്ഞു. ഇടതുപക്ഷത്തിൽ അതിന് മുൻപ് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയ മണ്ഡലമാണ് തൃശൂർ. അവിടെ ആർക്കാ വോട്ട് കുറഞ്ഞ്? നമുക്ക് നന്നായി കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു. അതിനു വേണ്ടിയാണ് ഇയാളെ വടകരയിൽ നിന്ന് അവിടെ കൊണ്ട് നിർത്തിയത്. വോട്ട് കുറഞ്ഞപ്പോ നേരെ BJP ജയിച്ചു. BJP ജയിപ്പിച്ചു. കോൺഗ്രസ് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല. ഒരു വശത്ത് BJP, മറുവശത്ത് മുസ്ലിം ലീഗ്, മുസ്ലിം സംഘടനകൾ എല്ലാം ചേർന്ന് എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർക്ക് ജയിക്കണം. കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിക്കോളൂ. ചിലർ പറയും മാറി മാറി നിങ്ങളവരും ഭരിച്ചതല്ലേ. ഇടതുപക്ഷം 30 കൊല്ലത്തിനിടയിൽ 6 വർഷമേ ഭരിച്ചിട്ടുള്ളൂ കേരളത്തിൽ. 1957-59 2, 67-69 കഷ്ടി 2, 80-82 കഷ്ടി 2, പിന്നെ 87 വരണേ. 57 മുതൽ 87 വരെയുള്ള 30 വർഷത്തിൽ ഇടതുപക്ഷം ആകെ ഭരിച്ചിട്ടുള്ളത് കേവലം 6 വർഷമേ ഉള്ളൂ. 87-91 4 വർഷമായി. തെരഞ്ഞെടുപ്പ് ഒന്നിച്ചടന്നോട്ടെന്ന് രാജിവെച്ചു. കാലാവധി പൂർത്തീകരിച്ചില്ല. പിന്നെ 96-2001 ചരിത്രത്തിൽ ആദ്യമായി കാലാവധി പൂർത്തീകരിച്ച ഇടതുപക്ഷ ഗവൺമെന്റ്. എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും യോജിച്ചു. എല്ലാവരും ഇടതുപക്ഷ ശക്തികൾ ആകെ യോജിച്ചു. 40 സീറ്റ് കിട്ടിയുള്ളൂ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ. അന്ന് കോൺഗ്രസിന് 61 സീറ്റ് കിട്ടി. നമുക്ക് ഇടതുപക്ഷത്തിന് ആകെ 40 സീറ്റ് കിട്ടിയുള്ളൂ. ഏറ്റവും കുറവ് വോട്ട് കിട്ടി. കാലാവധി പൂർത്തീകരിച്ചു. ജനകീയ ആസൂത്രണം, എല്ലാവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നടത്തിയ പ്രവർത്തനം എല്ലാം കൊള്ളാം. പെട്ടി പൊട്ടിച്ചപ്പോ സംഗതി ഏറ്റവും കുറവായി. എല്ലാ ശക്തികളെ ഏകോപിച്ചു. പിന്നെ 2006 വീണ്ടും നമ്മൾ അധികാരത്തിലേക്ക് വന്നു. 2006 കഴിഞ്ഞ് കാലാവധി വീണ്ടും പൂർത്തീകരിച്ചപ്പോ പിന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിനടുത്തെത്തിയ പരാജയം. ചെറിയ സീറ്റ് 4 സീറ്റ്, 2 അങ്ങോട്ട് മാറി, ചിത്രം മാറിയത്. അന്ന് നമുക്കാകെ 40 കിട്ടിയത് 2009. പിന്നെ 2006 കഴിഞ്ഞ് നമുക്ക് ട്രെയിൻ വരേണ്ട സമയം, ഞാൻ അതിലേക്ക് ചരിത്രത്തിലേക്ക് ഞാൻ പോണില്ല. 2000-ലേക്ക് എത്തിയപ്പോ വീണ്ടും സീറ്റ് കുറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി കൂടി ഞാൻ പറഞ്ഞ അവസാനം മുസ്ലിം ലീഗിൽ നിന്ന് ചാരി നിന്നിട്ട കോൺഗ്രസിന്റെ നിപ്പ്. 2009 കോൺഗ്രസിന് 63, മുസ്ലിം ലീഗിന് എത്ര? 17. അപ്പോ കോൺഗ്രസിനൊക്കെ 47, ലീഗിനൊക്കെ 47 സീറ്റ് കൂടുതൽ കോൺഗ്രസിനുണ്ട്. ഇപ്പൊ എത്രയാ? ലീഗ് 15, കോൺഗ്രസ് 21, 6 സീറ്റ് വ്യത്യാസമുള്ളൂ. 2016 ലീഗ് 18, കോൺഗ്രസ് 22, 4 സീറ്റ് വ്യത്യാസമുള്ളൂ. ഇനി ജയിച്ചപ്പോഴോ ഏറ്റവും ഒടുവിൽ ജയിച്ചത് 2019 അപ്പോഴോ ലീഗ് 20, കോൺഗ്രസ് 38. ഇപ്പൊ കോൺഗ്രസും ലീഗും തമ്മിൽ അകലം കുറയുന്നത് കോൺഗ്രസ് ലീഗ് വലുതായത് കൊണ്ടല്ല, കോൺഗ്രസ് ചെറുതായത് കൊണ്ടാണ്. ഇപ്പൊ കോൺഗ്രസ് അവന്റെ രാഷ്ട്രീയത്തെ ലീഗ് നിർണയിക്കുന്നു. മറുവശത്ത് വർഗീയ ശക്തികൾ ഒപ്പം നിൽക്കുന്നു. ഈ ഗവൺമെന്റിനെതിരെയുള്ള തുടർച്ചയായ ആക്രമണം വരുന്നു. ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ബദൽ സമീപനമായി കേരളത്തിലെ ഗവൺമെന്റ് വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കരിവള്ളൂരിന്റെ ഓർമ്മകൾ നമ്മൾ വീണ്ടെടുക്കുന്നത് ഈ കാലത്തിന്റെ രാഷ്ട്രീയ ദൗത്യം വിജയകരമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ്. അത് ഹിന്ദുത്വ ശക്തികളെ, ഇന്ത്യയിലുള്ള അപകടത്തെ തിരിച്ചറിഞ്ഞ് അതിന് മറികടക്കാൻ രാഷ്ട്രീയമായ പോരാട്ടം. ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ന്യൂനപക്ഷം മാത്രമായിരിക്കും, ഭൂരിപക്ഷമാകില്ല. ന്യൂനപക്ഷമായി സംഘടിക്കുന്നത് ഭൂരിപക്ഷത്തിനകത്തെ മതനിരപേക്ഷവാദികളിലും വർഗീയ ചിന്ത വളർത്താൻ പ്രേരണയാകും. അത് മതനിരപേക്ഷതയ്ക്കെതിരാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷത്തിനകത്ത മതനിരപേക്ഷവാദികളും ഒന്നിച്ചു നിന്നുകൊണ്ട് മാത്രമേ ഹിന്ദുത്വ ശക്തികളെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അതിന് ഈ തെറ്റായ മുസ്ലിം വർഗീയവാദ മൗലികവാദ ചിന്തകളെയും നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. 3
കേരളത്തിലെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഊർജം പകരുന്ന ഏറ്റവും ശക്തമായ ഘടകമാണ്. അവനെ സംരക്ഷിക്കൽ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ദൗത്യമാണ്. ഈ ദൗത്യമാകെ ഏറ്റെടുക്കാൻ കരുവള്ളൂരിന്റെ ധീരരായ രക്തസാക്ഷികളുടെ മരിക്കാത്ത സ്മരണകൾ നമുക്കാകെ എപ്പോഴും നിലയ്ക്കാത്ത ഊർജം ഓരോ സെക്കൻഡിന്റെ സൂക്ഷ്മാംശങ്ങളിലും നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദിക്കുന്നു.